എന്റെ അമ്മ എന്റെ പൂർത്തിന്ന് പോയപ്പോ കള്ളുകൂടിയിലും പെണ്ണുപിടിയിലും അല്ലായിരുന്നു. 6-7 വർഷം 8 വർഷം ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോ കള്ളുകൂടിയിലും പെണ്ണുപിടിയിലും ആയത്. ഇനി ഇതുകൊണ്ട് തീരുവാണ് തീർന്നു പോട്ടെ. ഇല്ലെങ്കിൽ ഇവിടെ കേറി വന്നുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ടൊക്കെ പറയുകയാണ്. സ്വന്തം മകനുമായി ഡിവോഴ്സായി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന മരുമകളെ 3 മാസത്തിന് ശേഷവും വിടാതെ പിന്തുടർന്ന് ആക്രമിക്കുന്ന അമ്മ. ഞാൻ പറഞ്ഞു വരുന്ന മറ്റാരെയും കുറിച്ചല്ല, ഹൈറേഞ്ച് ഫാമിലിയിലെ അമ്മയെ കുറിച്ചാണ്. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും ഏകദേശം അറിയുമായിരിക്കും. നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിലെ ഇച്ചാനും കുഞ്ഞാറ്റയും ഉണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവര് ഫാമിലി വ്ളോഗേഴ്സ് ആയിരുന്നു അല്ലെ. ഇപ്പൊ നിലവിൽ ഇച്ചാനും കുഞ്ഞാറ്റയും 3 മാസമായിട്ട് പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഏകദേശം ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇവരെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് 3 മാസം മുന്നേ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവര് തമ്മിൽ പിരിയാനുള്ള കാരണം എന്തായിരുന്നു? ഈ പറഞ്ഞ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിലെ ഇച്ചായൻ അവിഹിതത്തിന് പോയി, അത് കുഞ്ഞാറ്റ പൊക്കി. അതിന് പിന്നാലെയാണ് കുഞ്ഞാറ്റ ഇച്ചായനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചത്. ഇപ്പൊ ആള് സ്വന്തം കാര്യമൊക്കെ നോക്കി മാൾട്ടയിൽ സുഖമായിട്ട് ജീവിക്കുകയാണ് അല്ലെ. പക്ഷേ ഈ അമർ എന്ന് പറയുന്ന ഇച്ചായനെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ലല്ലോ. പുള്ളിക്കാരൻ ഇത്രയും കാലം താമസിച്ചത് കുഞ്ഞാറ്റിന്റെ കീഴിലായിരുന്നല്ലോ. കുഞ്ഞാറ്റായിരുന്നു ആ കുടുംബത്തിലെ സകല കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇച്ചായനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്താക്കി, ഹൈറേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് ഓരോ ദിവസവും ആ ചാനൽ ഇങ്ങനെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. മെയിനായിട്ട് ആ ചാനലിലെ കണ്ടന്റ് എന്ന് പറയുന്നത് സ്വന്തം ഭാര്യ ഇരുന്ന് കുറ്റം പറയലാണ്. കാരണം ഭാര്യ ഇരുന്ന് കുറ്റം പറയുമ്പോൾ കാണാൻ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ, അത് വെച്ച് റീച്ച് ഉണ്ടാക്കുക, അതാണ് ആശാന്റെ ഉദ്ദേശം. പക്ഷേ ഡിവേഴ്സ് കഴിഞ്ഞ് 3 മാസമായി ഇപ്പോഴും ആശാൻ ഇത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പൊ വന്ന് ഇപ്പൊ ഇച്ചായന്റെ അമ്മയും മരുമകളെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് എന്തായാലും ആ കുറ്റം പറയുന്ന വീഡിയോയിൽ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. കമ്മലെടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൂക്കി നോക്കി അതിന്റെ തൂക്കമൊക്കെ നോക്കി ഇങ്ങനെ എല്ലായിടും കണ്ടു കെട്ടിയപ്പോ ഈ മാല കണ്ടു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, അമ്മയുടെ കഴുത്താൽ കിടക്കുന്ന 100 പോലത്തെ മാലയല്ലേ, ആ മാല അങ്ങ് കൊടുത്തേച്ച് നമുക്ക് ഈ മാല മേടിക്കാം, അമ്മയ്ക്ക് മാല മാറിത്തരാന്ന് പറഞ്ഞു. അപ്പൊ കമ്മലോന്ന് ചോദിച്ചു. കമ്മല് പിന്നെ മാറാന്ന് പറഞ്ഞു. എന്റെ 10 ഗ്രാമിന്റെ മാല അങ്ങ് കൊടുത്തിട്ട് 2 ഗ്രാമോടെ കൂട്ടി 12 ഗ്രാമിന്റെ മാല നക്ഷത്ര ജുവലറിന്ന് എനിക്ക് മാറി തന്നു. അപ്പൊ അത് വീഡിയോ എടുത്തപ്പോ ഞാൻ അന്നേരം എന്നെ പറഞ്ഞു, അയ്യോ അപ്പൊ എന്റെ മാല മേടിച്ചത് അങ്ങോട്ട് കൊടുത്ത 10 ഗ്രാമിന്റെ മാല കാണിക്കുന്നില്ലല്ലോ, ഇത് മേടിച്ചതല്ലേ കാണുന്നേ, അങ്ങനെയാകുമ്പോ എല്ലാവരും ഓർക്കല്ലേ എനിക്ക് പുതിയ മാല 2 പവന്റെ മാല മേടിച്ച, അതാണ് അത് കാണിക്കാനാ, ഇതാ കാണിക്കുന്നുള്ളൂ, അമ്മയ്ക്ക് പുതിയ മാല മേടിച്ചതെന്നാ കാണിക്കുന്നതെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്ന 7 വയസ്സ് മുതൽ കൊണ്ടുവന്ന എന്റെ മാതാവ് സത്യമായിട്ടും ഈ 12 ഗ്രാമിന്റെ മാല നക്ഷത്ര ജൂബിലറിയില് അങ്ങോട്ട് 10 ഗ്രാം കൊടുത്തിട്ടാ ഈ മാല മേടിച്ച. അന്നത്തെ വില വെച്ചങ്ങാണ്ട് 11,500 അത്ര എങ്ങാണ്ടായി. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഈ പറയുന്ന കുഞ്ഞാറ്റ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന അമ്മായിയമ്മക്ക് ഒരു മാല വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു വ്ളോഗാക്കി അവരുടെ ചാനലിലും കുഞ്ഞാറ്റ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുഞ്ഞാറ്റ പറഞ്ഞിരുന്നത് 12 പവന്റെ മാല ഞാൻ എന്റെ അമ്മക്ക് പണിച്ചു കൊടുക്കുകയാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും അമ്മേന്റെ കൈത്തിലുണ്ടായിരുന്ന 10 പവന്റെ മാല അങ്ങോട്ട് കൊടുത്ത് ബാക്കി 2 പവൻ മാത്രമാണ് കുഞ്ഞാറ്റ കയ്യിൽ നിന്ന് കൂട്ടിയത്. അല്ലാതെ 12 പവനും കുഞ്ഞാറ്റ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തതല്ല. 10 പവൻ എന്റെ പഴയ മാലയുടെ സ്വർണ്ണമാണ് എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ആയിക്കോട്ടെ, ശരി, സമ്മതിച്ച് 10 പവന്റെ മാല നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തതാണ്. ബാക്കി 2 പവന്റെ പൈസ കുഞ്ഞാന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തതല്ലേ. ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഏകദേശം അതിൽ 1.5 ലക്ഷത്തോളം രൂപയെങ്കിലും വരും അല്ലെ. അത്രയും രൂപയുടെ സ്വർണ്ണം ആ പെണ്ണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അവൾ അതൊരു പക്ഷേ ബ്ലോഗാക്കി എടുത്ത സമയത്ത് ചിലപ്പോൾ പൊലിപ്പിച്ച് കാട്ടിയിട്ടുണ്ടാക്കാം, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ആ തന്നതിന് നന്ദിയെങ്കിലും ഒന്ന് കാണിച്ചൂടെ? എന്ത് പറയാനല്ലേ ഇങ്ങനെ ഒരു അമ്മയും മോനും. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും മാല മേടിച്ചു തന്നു. അതുപോലെ എനിക്ക് ഫ്രിഡ്ജ് മേടിച്ചു തന്നു പറഞ്ഞ് വീഡിയോ ഇട്ടു നിങ്ങള്. എനിക്ക് മേടിച്ചു തന്നെ 5000 രൂപ തന്നെ എനിക്ക് ഫ്രിഡ്ജിന്. എന്നിട്ട് ഇവര് മേടിച്ചു തന്നു പറഞ്ഞ് ഇവര് വീഡിയോ ഇട്ടു. ഞാനിത് പറഞ്ഞപ്പോ എന്റെ ഇളയ അവനോട് പറഞ്ഞു, അമ്മ അത് ചേട്ടായിക്കും ചേച്ചിക്കും വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അമ്മയൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് എന്നെ മേടിച്ചു തന്നിട്ടുണ്ട്. 1 രൂപ പോലും കൊടുക്കാതെ ഇവിടുത്തെ ആ സെറ്റി നിലത്തിടുന്നേ എന്നാ അതിന്റെ പേര് മാറ്റ അതും പിന്നെ ഈ വെള്ളക്കർട്ടൻ. ശരി, ഈ വെള്ളക്കർട്ടനും മാറ്റും ഒക്കെ പൈസ കൊടുക്കാതെ കിട്ടുന്ന ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ആട്ട് നിങ്ങൾ ഏത് കടയിൽ നിന്നാണ് ഈ വെള്ളക്കർട്ടനും മാറ്റും ഒക്കെ വാങ്ങിച്ചത്? അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കടയിൽ പോയി വാങ്ങിക്കാലോ, ഫ്രീ ആയിട്ട് കിട്ടല്ലോ. എന്തൊക്കെയാണ് വിളിച്ചു കൂവുന്നത്? പിന്നെ എന്തോ ഫ്രിഡ്ജ് വാങ്ങാനുള്ള പൈസ മുഴുവനായിട്ടും തന്നിട്ടില്ല, വെറും 5000 രൂപ മാത്രമേ തന്നിട്ടുള്ളൂ എന്നൊക്കെ വിളിച്ചു കൂവുന്നുണ്ട്. എന്ത് തന്നെ ആയിട്ടാണെങ്കിലും ആ പെണ്ണ് നിങ്ങളെ സഹായിച്ചില്ലേ? വീട്ടിലേക്കുള്ള പല സാധനങ്ങളും വാങ്ങി തന്നു, 2 പവന്റെ സ്വർണം എടുത്തു തന്നു, ഫ്രിഡ്ജ് മാറ്റി കിട്ടാൻ 5000 രൂപ കയ്യിൽ നിന്ന് എടുത്ത് തന്നു. ഇത്രയും ആ പെണ്ണ് ചെയ്തു തന്നില്ല. എന്നിട്ടും ആ പെണ്ണും ഒന്നും ചെയ്തു തരാത്ത പോലെ ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയാൻ നാണമില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും ഞാൻ ഇത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാൻ ഞാൻ നിൽക്കൂല. ഇത് ഇത്രേ ഉള്ളൂ. ഇത് പറയിപ്പിക്കാൻ കാരണം എന്താ, ഞാൻ പറയിപ്പിക്കാൻ കാരണം ഞാൻ സമാധാന സ്വസ്ഥ അവനാ ബന്ധം അവസാനിപ്പിച്ച കേസാ. ഓരോരുത്തരും മുടിയുള്ളതും മുടിയില്ലാത്തതും ഈച്ച പഠിച്ചതും എല്ലാം അവന് എന്തോ ഒരു ആക്ഷേപിച്ചു. അവരുടെ ഒന്നും ഭാഗത്ത് ഒരു തെറ്റില്ല. ഈ ഭൂമിയിൽ മനുഷ്യൻ ജനിച്ചു വീണ മനുഷ്യന് ഒരു തെറ്റില്ല, അവര് മാത്രം ഭൂമി തെറ്റിയത്. അല്ല, നമ്മളാരും ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇമ്മാതിരി അവിഹിതത്തിന് പോലുള്ള വൃത്തികേടൊന്നും നമ്മളാരും കാണിച്ചിട്ടില്ല. അത് നിങ്ങളുടെ മോൻ തന്നെ കാണിച്ചിട്ടുള്ളൂ. നാണമില്ല എങ്ങനെ മകൻ കാണിച്ച വൃത്തികേടിനെ ന്യായീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അമ്മയോട് ചോദിക്കാനുള്ളത്. വെറുതെ എല്ലാ പെണ്ണി കുടുംബം വിട്ട് ഓടിപ്പോയത്. ഇതെല്ലാം അമ്മന്റെയും മകന്റെയും കയ്യിലിരിപ്പ്.
മകൻ എന്ത് തോന്നിയാസം ചെയ്താലും ന്യായീകരിക്കുന്ന ഒരു അമ്മ. കൊള്ളാം എന്തായാലും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അമ്മ ബാക്കി പറഞ്ഞാട്ടെ. ആയിക്കോട്ടെ, അവന് മാത്രമേ തെറ്റുള്ളൂ. അവനവന്റെ പാടിലുള്ള അവനെ വിളിച്ച് നടക്കുന്ന വഴിയും പോകുന്ന വഴിയും ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എനിക്കാരും ഒന്നും മേടിച്ചു തന്നിട്ടില്ല. മേടിച്ചു തന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സെറ്റ് കൊണ്ടിട്ടുള്ള നിലത്ത് ഇടുന്നതും ആ കർത്തവ്യം കാര്യങ്ങൾ പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ആ മാനസിക വിഷമം ഒന്നാമത് എന്നെ കൊണ്ട് പറ്റിയല്ല. ഞാൻ ഇവിടുന്ന് നടന്നാ മുരിക്കാശ്ശേരി പോയി പണിയെടുക്കുന്നത്. ഇന്ന് ഞാൻ പണിയെടുത്ത് എൻ്റെ ആ ഇളയ കൊച്ചിനെ കഷ്ടപ്പെടുത്തുന്നല്ല ഇവനൊരു 10 രൂപ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്താൽ പണിയെടുത്ത് കഷ്ടപ്പോടെ വഴി ആൾക്കാരെന്നോട് ചോദ്യം, കടയിൽ വരുന്നവരും എന്നോട് ചോദ്യമാണ്, ആ പെണ്ണ് നിങ്ങളെ അങ്ങനെ നോക്കിയില്ലേ ഇങ്ങനെ നോക്കിയില്ലേ എല്ലാം നോക്കിയെന്നാണ് പറയുന്നത്. നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കുക. പാണ്ടിക്കാരി പോണ ബിഷോപ്പ് പറയുന്ന സാധനങ്ങളുമായിട്ട് തുണിയായിട്ട് ഞാൻ പോയത് നിങ്ങളുടെ കണ്ണിലില്ലായിരുന്നു. അതൊക്കെ ശരി തന്നെ. ചിലപ്പോൾ നിങ്ങളെ വിചാരിച്ച പോലെ നിങ്ങളെ പെണ്ണാ നോക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്ത് പറയാനാണ്? പക്ഷെ ആളുകൾ നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ 3 മാസമായിട്ട് നിങ്ങളുടെ ചാനലിൽ അവൾക്കെതിരെ വീഡിയോസ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവൾ അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾ അവളെ മോശക്കാരി ആക്കാവുന്നതിന് മാക്സിമം മോശക്കാരി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവളുടെ ജീവിതം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ നിരന്തരമായി കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കും. അങ്ങനെ ചോദിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവളെ കുറിച്ച് ചെയ്യുന്ന വീഡിയോസ് അങ്ങ് അവസാനിപ്പിച്ചാൽ മതി. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് നിന്നോളൂ. അതുകൊണ്ട് തന്നെ ആൾക്കാർ നിങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് ഒരു കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. 2-3 മാസമായില്ലേ, ഇനിയെങ്കിലും അവസാനിപ്പിക്കാറായില്ലേ? ആരോട് എന്ത് പറയാനല്ലേ? അവൾ ഉണ്ടായിരുന്ന കാലത്ത് കുടുംബത്തിലെ വരുമാന മാർഗം മുഴുവനും അവളായിരുന്നു. ഇപ്പൊ അവള് പോയപ്പോ അവൾ വെച്ച വരുമാന മാർഗം ഉണ്ടാക്കല് യൂട്യൂബ് ചാനലിലൂടെ. കൊള്ളാം എന്തായാലും, നല്ല ബെസ്റ്റ് ഫാമിലി. ബാക്കി പറഞ്ഞാട്ടെ. ജനങ്ങൾ ചോദിക്കുക, ഈ കഴിഞ്ഞ ദിവസം ചോദിക്കണം, അവര് വണ്ടി അപകടം വന്ന് പല്ലും പൊട്ടി കമ്പിയിട്ട് കിടന്നപ്പോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്ന അവരല്ലേ നോക്കിയെന്ന്. ഒറ്റ ഒരു മണിക്കൂറിന്റെ രൂപ 10,000 എനിക്ക് ഇറക്കണം. ഒരു മണിക്കൂർ കൊണ്ട് 10,000 രൂപ എനിക്ക് മുടക്കുന്നുണ്ട്. ബെസ്റ്റ്. നാണമില്ല മകനെ ആക്സിഡന്റ് ആയ സമയത്ത് ചെലവാക്കിയതിനെ കണക്കും പറഞ്ഞു വരാൻ. മകൻ ആക്സിഡന്റ് ആയപ്പോ 10,000 രൂപ ചെലവായി പോലും. ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിന് കണക്ക് പറയുന്ന ഒരു ഫാമിലി. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ് ബാക്കി പറഞ്ഞാട്ടെന്തായാലും. സത്യം വിളിച്ചു പറഞ്ഞാൽ എന്തോരം രൂപയുടെ സാധനങ്ങൾ ഞാൻ മേടിച്ചു കൊടുത്തു. ഞാൻ എന്തായാലും കണക്ക് പറയുന്നുണ്ടോ? അല്ല, അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന്റെ കണക്ക് പറയണം. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ, അപ്പൊ ഇനി അതും കൂടി പറയാതിരിക്കണം എന്തിനാണ്? ശരിക്കും പറഞ്ഞ കാര്യമൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ അതും ഈ അമ്മ നിരത്തി തന്നെ. ചുമ്മാ അങ്ങോട്ട് തട്ടി വിടന്നെ. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും എന്നോട് ഇത് തീർന്നു പോയ കേസാണ്. ഞാൻ തന്നതും തിന്നതും വിളിച്ചു പറയുന്നതല്ല. അല്ല, അത് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. തന്നതും തിന്നതൊന്നും വിളിച്ചു പറയില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും കണക്ക് പറഞ്ഞിട്ട് പറയാണ് ഞാൻ തന്നതും തിന്നതൊന്നും വിളിച്ചു പറയില്ല എന്നൊക്കെ. ടീം ഇഷ്ടം. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. ഇനി നിങ്ങളല്ല പറയണേ. ഇനി ഇതേ ഒരു കാര്യം ഞാൻ പറയാം. ഇനി എന്തെങ്കിലും ഇതിന്റെ അപ്പുറം വന്ന് പറഞ്ഞു കഴിഞ്ഞാ ദേ അമ്മച്ചി ഇനി പറയാൻ പോണത് ഞാനായിരിക്കും. ഇനി അങ്ങേ അപ്പുറം ഞാൻ പറയാൻ പോകും. നീ എന്തോന്ന് പറയുന്ന? നീ ഒരു തേങ്ങയും പറയത്തില്ല. പറയാൻ മാത്രം നിനക്ക് എന്താണുള്ളത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇനി എന്തെങ്കിലും ഇതിനപ്പുറം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞാൻ വിളിച്ച് പറയുന്നൊക്കെ. നീ തേങ്ങ പറയും, ചുമ്മാ തട്ടി വിടൻ അങ്ങോട്ട്. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. വേറെ കാര്യമുണ്ട്, പറയാൻ തുടങ്ങിയ 200 പേരുടെ ബുക്കിൽ തുടങ്ങിയല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുടുംബത്തോട് 200 രൂപയുടെ മുക്കൊക്കെ മേടിച്ച് അതിലങ്ങ് കുത്തിരുന്ന് എഴുതാൻ നോക്ക്. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സമാധാനം ഉണ്ടാവട്ടെ. ദയവ് ചെയ്ത് അതൊന്നും വീഡിയോയിൽ വിളിച്ച് പറയാണ്ടിരുന്നാൽ മതി. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ മറുപടി പറയാം. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. ഇത് വെറുതെ അല്ലാട്ടോ, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യമായിട്ട്. ഞാൻ അമ്മനെ നിർത്തി പറയാം, ഇനി ഒരു പാലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സഹിച്ചു നിൽക്കത്തില്ല. ഇനി പക്ക കൊണ്ട് വന്നാണല്ലോ അതുപോലെ ഇനി ഞാൻ സഹിച്ചു നിൽക്കില്ല. ഇത് എനിക്ക് ലിമിറ്റായി. അല്ലേ എന്ത് ലിമിറ്റായി എന്നാ നീ പറയുന്നത്? അവളൊക്കെ ഉണ്ടല്ലോ നിന്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാണെങ്കിൽ നിന്റെ മുട്ടുംകാലം ഉറയ്ക്കും. കാരണം അതിനുള്ള തെളിവുകളെല്ലാം അവളുടെ കയ്യിലുണ്ട്. അതൊന്നും നീ വലിയ ഡയലോഗ് അടിക്കല്ലേ മോനെ. ഇതൊരു മാതിരി കീലേരാച്ചുവിനെ പോലെ ആളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിക്കാൻ നോക്കാണ് ആശാൻ ചൊടുവിൽ. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ചിരിയാണ് വരുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അല്ല ഇനി ഞാൻ സഹിച്ചു നിൽക്കില്ല. ഇത് എനിക്ക് ലിമിറ്റായി. അല്ലേ പോയപ്പോ കള്ളുകൂടിയിലും പെണ്ണുപിടിയിലും അല്ലായിരുന്നു. 6-8 വർഷം 8 വർഷം ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോൾ കള്ളുകൂടിയിലും പെണ്ണുപിടിയിലും ആയത്. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. മകൻ കാണിച്ച സകല തോന്നിയവാസത്തിന്റെയും ക്രെഡിറ്റ് അവളുടെയും കൂടി തലയിൽ ചാർത്തി കൊടുത്താൽ തീർന്നല്ലോ. ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇതോടുകൂടി പൂർണ്ണമായി. കഷ്ടം. അല്ലാണ്ട് എന്ത് പറയാനാ? ബാക്കി പറഞ്ഞിട്ട് എന്തായാലും. ഇനി ഇതുകൊണ്ട് തീരുവാണ് തീർന്നു പോട്ടെ. ഇല്ലെങ്കിൽ ഇവിടെ കേറി വന്നപ്പോഴുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയും. അച്ഛനൊക്കെ മാസ് ഡയലോഗ്. അച്ഛനൊക്കെ സിനിമയിലൊക്കെ വില്ലനായിട്ട് അഭിനയിപ്പിക്കാൻ പറ്റും. ആ ലെവലിലാണ് അച്ഛനെ മാസ് ഡയലോഗ് അടി ഉള്ളത്. പറയാലോ, ഇതൊക്കെ കാണുമ്പോ ചിരിയാണ് വരുന്നത്. എന്തിനോ വേണ്ടി തിളക്കുന്ന പായസം അല്ലേ? ചുമ്മാ അങ്ങോട്ട് ക്യാമറ ഓണാക്കി എന്തെങ്കിലും അങ്ങോട്ട് തട്ടി വിടന്നെ ഉള്ളത്. പറയാലോ, ഞാനിത് ഫസ്റ്റ് കണ്ട് കുറെ ചിരിച്ച്, പിന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ച് അതുകൊണ്ട് ചെയ്തതേ ഉള്ളൂ. എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.